بسم الله الرحمن الرحيم لبيك 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 يا رسول الله لبيك 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 يا رسول الله तुझको मिटा देंगे हम जान उठा देंगे तुझको मिटा देंगे हम जान उठा देंगे नामों से आका पर हम सर कटा देंगे लबैक 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 या रसूल अल्लाह लबैक या रसूल अल्लाह लबैक या रसूल अल्लाह लबैक 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 या रसूल अल्लाह लबैक 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 या रसूल अल्लाह हाजिर है हाजिर है हाजिर है हाजिर है हाजिर है हाजिर है लबैक 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 या السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂട്ടുകാർ, സഹപ്രവർത്തകരെ, അല്ലാഹു അഹ്ലുബൈത്തിന്റെ ഹഖ് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഈമാനിന് കാവലാകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ജീവിച്ചിരിപ്പുള്ള സയ്യിദും ആലിമും ഷേഖും എല്ലാം ആയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉള്ളാൾ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ സഭയ്ക്ക് മുമ്പിൽ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബ പരമ്പരയെ ആദരിക്കാൻ, അവിടുത്തെ കുടുംബത്തെ മഹബത്ത് വെക്കാനും ഏറെ ഹദീസുകളിൽ ഉമ്മത്തിനെ ഉണർത്തിയിട്ടുണ്ട്. കാരണം അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്യാഗപൂർണമായ ജീവിതത്തിന് ഭൂമിയിൽ അവശേഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചിലതിൽ ഒന്ന്, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. നബിയെ, ലോകത്തോട് തങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് നിങ്ങളുടെ ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം, സഹകരണം, പാരിതോഷികം, മറ്റുള്ളവ നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല, ആവശ്യവും ഇല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, എന്റെ കുടുംബത്തെ നിങ്ങൾ മഹബത്ത് വെക്കണം. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തെ നിങ്ങൾ മഹബത്ത് വെക്കുക. ഇത് ലോകത്തോട് തങ്ങൾ പ്രഖ്യാപിക്കണമെന്നാണ് അല്ലാഹു തആല
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധ ഖുർആനിൽ ഉത്ബോധിപ്പിച്ചത്. ഖുർആനിന്റെ ഈ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ സമ്മാനം, അതുവഴി ഉമ്മത്തികൾക്ക് പാരത്രിക വിജയം സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയ വസീല, അതാണ് അഹ്ലുബൈത്തിനെ മഹബ്ബത്ത് വെക്കൽ. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറഞ്ഞത് ഹുബ്ബുൻ നബിയ്യി വ ഹുബ്ബുൽ ആലി റുക്നാനി ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുക, അത് ദീനിൽ ഫറളായ കാര്യമാണ്. അതേപോലെ ഒരു ഫറളാണ് അഹ്ലുബൈത്തിനെ മഹബ്ബത്ത് വെക്കൽ. ഹുബ്ബുൻ നബിയ്യി വ ഹുബ്ബുൽ ആലി റുക്നാനി. ദീനിൽ ഒഴിച്ചുകൂടാത്ത രണ്ട് ഘടകമാണ് നബിയെ മഹബ്ബത്ത് വെക്കുക, അവിടുത്തെ കുടുംബത്തെ മഹബ്ബത്ത് വെക്കുക. ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് റസൂലുള്ളാഹി മുഖേന അല്ലാഹുവിലേക്ക് എത്തണം എന്ന് താല്പര്യമുള്ളവരെ, ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ആ അഹ്ലു ബൈത്ത്, അവരിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാമിക പ്രചാരണം പിന്നെ ലോകത്ത് നിലനിന്നു പോന്നിട്ടുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൻതലമുറയിൽ ആധികാരികത നിലനിർത്തുന്നതിന് സബീലുൽ മുഅ്മിനീനായി രണ്ട് വഴി പഠിപ്പിച്ചത് കാണും. ഒന്ന് അഹ്ലുബൈത്തിന്റെ പരമ്പരയിലൂടെ, മറ്റൊന്ന് ഉലമാഇന്റെ പരമ്പരയിലൂടെ. അതിൽ അഹ്ലുബൈത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അഹ്ലുബൈത്തി കസഫീനത്തി നൂഹ്. എന്റെ അഹ്ലുബൈത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന് തുല്യമാണ്. ഒന്ന്. പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞ ഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഉലമാഉ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ. എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളുടെ സ്ഥാനത്താണ്. ഇത് രണ്ടും ചേർന്നതിനെ കുറിച്ചാണ് ഖുർആൻ സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. ഇത് രണ്ടിൽ നിന്നും തെറ്റിയതിനെ കുറിച്ച് ഖുർആൻ ഗൈറു സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. അതേ റൂട്ടിനെ കുറിച്ച് ഖുർആൻ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു. ആ സിറാത്തുൽ മുസ്തഖീമിനെ ഖുർആൻ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നും നമ്മെ ബോധ്യപ്പെടുത്തി. അതല്ലാത്ത റൂട്ടിനെ കുറിച്ച് ഖുർആൻ വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഇങ്ങനെ പഠിപ്പിച്ചത് കാണും. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്ലുബൈത്തുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വിശ്വാസിയുടെ ദീനിന്റെ അടിത്തറയാണ്. അതുകൊണ്ട് കുട്ടികൾ, വലിയവർ, പണ്ഡിതന്മാർ, സാധാരണക്കാർ എന്ന് വ്യത്യാസമില്ലാതെ പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് അഹ്ലുബൈത്തിനെ മഹബ്ബത്ത് വെക്കുക എന്ന കാര്യം. ഈ ക്ലാസ് അതിന് പരിപൂർണമാകും എന്ന് അഭിപ്രായം കൊണ്ടല്ല, മറിച്ച് ആ വിഷയത്തിലേക്ക് ഒരു വിരൽ ചൂണ്ടൽ മാത്രമാണ്. അഹ്ലുബൈത്തിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ടല്ലാതെ ദീനിന് പൂർത്തീകരണമില്ല. അപ്പൊ നമ്മൾ ഏതൊരാൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളെ മഹബ്ബത്ത് വെക്കുന്നു എന്നൊരാൾ പറയുകയാണോ, അവരെ നോക്കണം അഹ്ലുബൈത്തിനോട് അവരുടെ നിലപാട് എങ്ങനെയാണ്. നിങ്ങൾ പറയുക എന്നെ നിങ്ങൾക്ക് സ്നേഹമുണ്ട്, ഒഴിഞ്ഞ സ്ഥലത്ത് എന്റെ കുട്ടികളെ ഇവിടെ എങ്ങാനും കണ്ടാൽ
അവന്റെ കണ്ണെടുത്തു കൊണ്ടുപോകാൻ, അവന്റെ ചെവി മുറിച്ചു കൊണ്ടുപോകാൻ, അവനെ കൊല്ലാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മഹബത്തുണ്ട് എന്ന് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഹൃദയത്തിൽ ഒരു കാര്യത്തോട് മഹബത്ത് വന്നാൽ അത് വളരെ പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയുകയില്ല. ഒരു വലിയ ഉദാഹരണത്തിന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാടാണ് മക്കത്തുൽ മുക്കറമ. കഅബ നിൽക്കുന്ന നാടാണ് മക്കത്തുൽ മുക്കറമ. ലോകത്തിന്റെ ഉമ്മയാണ് മക്കത്തുൽ മുക്കറമ. ഉമ്മുൽ ഖുറ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ മക്കത്തുൽ മുക്കറമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന നാട്. നുബുവത്ത് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം മക്കയിലെ ആളുകൾ നബിയെ ഏറെ പ്രയാസപ്പെടുത്തിയല്ലോ. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ ഓർഡർ, മക്ക വിട്ട് മദീനയിലേക്ക് താൽക്കാലികമായി പോകാം. അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ ഉറക്കി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിടുന്ന രംഗം. വഴിയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി സൗർ എന്ന പർവ്വതത്തിന്റെ ഗുഹയിൽ 3 ദിവസം നബി തങ്ങൾ ഒളിച്ചിരിക്കേണ്ട രംഗം. ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠമാണ്. 3 ദിവസത്തെ താമസത്തിന് ശേഷം നബി തങ്ങൾ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങുക. എവിടേക്ക് പോകാൻ? മദീനയിലേക്ക് പോകാൻ. പക്ഷെ നബി തങ്ങൾ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്നത് മക്കത്തേക്ക് തന്നെ, മക്കയിലേക്ക് തന്നെ നടക്കുന്നത്. കാരണം നബിയുടെ മനസ്സ് ജന്മനാട്ടിലാണ്, നബിയുടെ മനസ്സ് കഅബയുള്ള നാട്ടിലാണ്. നബിയുടെ ഹൃദയം മുഴുവനും ആ രാജ്യത്തെ, ആ പ്രദേശത്തെ, ജന്മസ്ഥലത്തെ അത്ര മഹബത്താണ്. ഗുഹയിൽ നിന്നിറങ്ങി മക്കയിലേക്ക് നടക്കുന്ന റസൂലുള്ളാഹിയെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ തങ്ങൾ ഇങ്ങോട്ട് തന്നെയാണോ പോണത്? ഇങ്ങോട്ടല്ലല്ലോ, അങ്ങോട്ടല്ലേ പോകേണ്ടത്. നബി തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നടന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ. കാരണം തന്റെ ജന്മനാടായ മക്കയോടുള്ള മഹബത്ത് വീണ്ടും ഇങ്ങോട്ട് തന്നെ. റസൂലുള്ളാഹിയെ വീണ്ടും അങ്ങോട്ട്, നബി നമുക്ക് മദീനത്തേക്കല്ലേ പോകേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതും, കാരണം ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ജന്മനാട് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ്, അങ്ങനെ എല്ലാ അമ്പിയാക്കളും പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മക്ക, കഅബ ശരീഫ് നിൽക്കുന്ന മക്ക, മലായിക്കത്തായ മലായിക്കത്തുകൾ മുഴുവനും വന്ന മക്ക. യാ റബ്ബ്, ആ മക്കയോടുള്ള മഹബത്ത്. മൂന്നാമതും നബി തങ്ങൾ മക്കയിലെ ഇങ്ങോട്ടേക്കുള്ള വഴിക്ക് തന്നെയാണ് നടക്കുന്നത്. റസൂലുള്ളാഹിയുടെ ഹൃദയത്തിലുള്ള മഹബത്ത് കണ്ടപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു അല്ലാഹു തആല. റസൂലുള്ളാഹി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ മക്കയോടുള്ള തങ്ങളുടെ അതിരറ്റ മഹബത്ത് അല്ലാഹു അറിയുന്നു. ലറാദ്ദൂക ഇലാ മആദ്, നബിയെ തങ്ങൾ മഹബത്ത് വെച്ച സ്ഥലത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാൻ അള്ളാഹു നിങ്ങൾക്ക് അവസരം തരും. ഇപ്പോൾ നമുക്ക് മദീനയിലേക്ക് പോകാം. ആ ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ശേഷമാണ് നബിയുടെ നടത്തം പിന്നെ മദീനയിലേക്കാകുന്നത്. അപ്പൊ ഹൃദയത്തിൽ മഹബത്ത് എന്ന സംഗതി ശരീരത്തിലും മജ്ജയിലും മാംസത്തിലും ആത്മാവിലും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് മഹബത്ത് എന്നത്. ആ മഹബത്ത് അത് ഈമാനിന്റെ രുചിയാണ്. ഓരോ സാധനത്തിനും ഒരു രുചിയുണ്ട്. ഈമാൻ എന്നതിന്റെ രുചിയാണ് ഏത്? മഹബത്ത്. ഓരോരോ ഭക്ഷണത്തിനും ഓരോരോ രുചിയില്ല. നെയ്ച്ചോറിന്റെ രുചി എന്താ? ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ? ബിരിയാണിന്റെ രുചി എന്താ? നെയ്ച്ചോറിന് വ്യത്യസ്തമാണ് അല്ലേ? നെയ്ച്ചോറിന്റെയും ബിരിയാണിന്റെയും കൂടി രുചി കൂടിയാൽ അപ്പൊ ഓരോന്നിനും ഓരോരോ രുചിയുണ്ട്. ഒരു ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിന്റെ രുചി ഓർമ്മ വരും നമുക്ക് അല്ലേ? നല്ല കണ്ണിയാങ്ങന്റെ അച്ചാർ. ഇപ്പൊ നിങ്ങൾ മിണ്ടണില്ല, കാരണം തൊള്ളിയിലൊക്കെ വെള്ളം നിറഞ്ഞില്ലേ. അപ്പൊ ഓരോന്നിനും ഒരു രുചിയുണ്ട്. എന്ന പോലെ
ഈമാൻ എന്ന സംഗതിക്ക് ഒരു രുചിയുണ്ട്. ഈമാനിന്റെ രുചിയാണ് മഹബത്ത് എന്നത്. പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുത്താൽ, സിഡിയിൽ നിന്ന് കണ്ടാൽ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും രൂപത്തിൽ പഠിച്ചാൽ ഈമാനിന്റെ രുചിയാകുന്ന മഹബത്ത് കിട്ടൂല. മഹബത്ത് കിട്ടുകയാണെങ്കിൽ തലമുറ തലമുറയായി കൈമാറിപ്പോരുന്ന പൊരുത്തപ്പെട്ട ഗുരുവര്യരുടെ ഗുരുമുഖത്ത് നിന്ന് സമ്പാദിച്ചു പോരുന്ന ഒരു പാരമ്പര്യമാണ് മഹബത്ത്. അങ്ങനെ അത് കിട്ടും. അപ്പൊ ഈമാൻ എന്ന സംഗതിയുടെ രുചിയാണ് മഹബത്ത് എന്നത്. മഹബത്ത് ഉണ്ടോ? ആ ഈമാന്റെ രുചിയുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ മഹബത്ത് വെച്ച സ്വഹാബിയോട് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞു? ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ഖുൽ ഹുവല്ലാഹുവിനുള്ള മഹബത്ത് നിന്നെ സ്വർഗത്തിലെത്തിക്കും. കാരണം ഭക്ഷണത്തിന്റെ ഒപ്പം നടക്കുന്നതാണ് ഏത്? രുചി. ഭക്ഷണം തീർന്നാലും രുചി ഉണ്ടാകും. നാളെ ചായ കുടിച്ചതിന്റെ ഒരു രസം എപ്പോഴും പോയിട്ടില്ല എന്ന് പറയും നമ്മളമ്മമാര്. അന്ന് അവിടെ വന്നപ്പോ ആ ഭക്ഷണം കഴിച്ചതിന്റെ രുചി ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയും. ഭക്ഷണം കഴിഞ്ഞു, രുചി ഇപ്പോഴും, അല്ലേ? അതാണ്. അപ്പൊ മഹബത്ത് എന്നത് നമ്മുടെ ഈമാന്റെ രുചിയാണ്. ആ മഹബത്തിന്റെ ഒരു കേന്ദ്രം, ആ മഹബത്ത് പ്രകടിപ്പിക്കേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് അതാണ് അഹ്ലു ബൈത്ത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ കുൽ ലോകത്തോട് പ്രഖ്യാപിക്കണം നബിയെ, ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ഈ ദീനി പ്രബോധന പ്രവർത്തന രംഗത്തുള്ള ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ നിങ്ങളുടെ ഒരു പ്രതിഫലം എനിക്കാവശ്യമില്ല. ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തെ നിങ്ങൾ മഹബത്ത് വെക്കലല്ലാതെ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ അഹ്ലു ബൈത്തിന്റെ മഹബത്തിലൂടെയാണ് ഈമാൻ ലോകത്ത് പ്രചരിച്ച് നിലനിൽക്കുന്നത്. നമ്മുടെ കേരളം 3.5 കോടി ജനങ്ങളാണ് കേരളത്തിൽ താമസിക്കുന്നത്. ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം തുടങ്ങി പ്രധാന മതങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. 44 നദികളും 100 കണക്കായ പർവ്വതങ്ങളുമായി ലോക മാപ്പിൽ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള മണ്ണാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിന് ഇസ്ലാമിക ചരിത്രം വളരെ വലിയ സന്തോഷകരമായ റിപ്പോർട്ടുകൾ നൽകുന്നതാണ്. ഒന്ന്, കേരളത്തിൽ നിന്ന് ഒരു രാജാവ് മക്കത്തുൽ മുക്കറമയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ച് സ്വഹാബി എന്ന പദവിയിൽ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ എന്ന മഹാരാജാവ് മക്കത്തുൽ മുക്കറമയിൽ പോയി താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന് സ്വഹാബിയായിട്ടുണ്ട്. ആ പാരമ്പര്യമുള്ള മണ്ണാണ് കേരളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള 44 അംഗ സംഘം, സ്ത്രീകളും കുട്ടികളും വലിയവരും അടങ്ങുന്ന ആളുകൾ ഇവിടെ വന്ന് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വഹാബാക്കൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി സ്വഹാബിയായി. അപ്പൊ ഇവിടത്തെ മുസ്ലിമീങ്ങളുടെ അടിസ്ഥാനം പരിശോധിച്ചാൽ അവരാരാണ്? താബിഈങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ ശിഷ്യന്മാർക്ക് സ്വഹാബാക്കൾ എന്ന് പറയുന്നു. സ്വഹാബാക്കളുടെ ശിഷ്യന്മാർക്ക് താബിഉകൾ എന്ന് പറയുന്നു. ചിലപ്പോൾ താബിഉകൾ നബിയുടെ ശിഷ്യന്മാരിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലും മക്കയിലുമായി ജീവിച്ചിരിപ്പുള്ളപ്പോൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഇസ്ലാം വരികയും ഇവിടെ പള്ളി സ്ഥാപിക്കുകയും ഇവിടെ ഇസ്ലാമിക ആരാധനകൾ പരസ്യമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിന് കിട്ടിയ ഇസ്ലാമിന്റെയും റസൂലുള്ളാഹിയുടെയും ഇടക്ക് ഒരു ചെവിയെ വ്യത്യാസമുള്ളൂ.
ഒരു സംഭവം പറയുമ്പോൾ ഇതാര് പറഞ്ഞു, എന്നോട് ഇന്ന ആള് പറഞ്ഞു, അത്രേ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഇസ്ലാമിക പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളോട് ഇതാര് പറഞ്ഞു, ഞങ്ങളോട് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവരോട് ഇതാര് പറഞ്ഞു, ആര് പറഞ്ഞു? മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെയും റസൂലുള്ളാഹിയുടെയും ഇടയ്ക്ക് വളരെ ചെറിയ ഒരു ചെവിയുടെ വ്യത്യാസമേ ഉള്ളൂ. അത്ര പഴക്കമുള്ളതാണ് കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യം. നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തുൽ മുക്കറമയിൽ ഉള്ളപ്പോൾ കേരളത്തിൽ കൊടുങ്ങല്ലൂരിലെ പള്ളി ഉണ്ടായിട്ടുണ്ട്. ആ പള്ളിയിൽ പരസ്യമായ ജുമുഅ, പരസ്യമായ ജമാഅത്ത്, പരസ്യമായ തറാവീഹ് നിസ്കാരം എല്ലാം സ്ഥാപിച്ച് ഇവിടെ നിലനിർത്തി പോന്നിട്ടുണ്ട്. ഒരു പക്ഷേ സ്വഹാബി ഉണ്ടാകുന്നതിന് മുമ്പ്, കേരളത്തിൽ നിന്ന് താജുദ്ദീൻ തങ്ങൾ പോയി സ്വഹാബിയാകുന്നതിന് മുമ്പ് ഇവിടെ മുസ്ലിമീങ്ങൾ ആരായിട്ടുണ്ട്? താബിഉകളായിട്ടുണ്ട്. അറേബ്യൻ കച്ചവടക്കാരിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വിശ്വസിച്ചവർ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അത്ര പാരമ്പര്യമുള്ളതാണ് കേരളത്തിലെ ഇസ്ലാം. ആ ഇസ്ലാമിക പാരമ്പര്യം നമ്മുടെ നാട്ടിൽ പിൻതലമുറയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രണ്ട് പ്രധാന റൂട്ടിലൂടെ, ഒന്ന് അഹ്ലു ബൈത്തിന്റെ റൂട്ട്, മറ്റൊന്ന് ഉലമാഇന്റെ റൂട്ട്. ഉലമാഇന്റേത് ആധികാരിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ പഠിപ്പിക്കുന്നതാണ്. അഹ്ലു ബൈത്തിന്റേത് പൂർണ്ണമായും ഇസ്ലാമിന്റെ സംശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഇസ്ലാമിനെ നിലനിർത്തിപ്പോരുന്നതാണ്. നാം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ ആലിമും സയ്യിദും ചേർന്നതാണ്. ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായേൽ, എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനത്താണ്. ബനു ഇസ്രായേലിലെ ഒരു നബി മൂസ അലൈഹിസ്സലാം, മറ്റൊരു നബി ഈസാ അലൈഹിസ്സലാം. ആ അമ്പിയാക്കളുടെ സ്ഥാനത്താണ് ആര്? എന്റെ പണ്ഡിതന്മാർ, എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ. അഹ്ലു ബൈത്തിനെ കുറിച്ച് എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ. എന്തേ കപ്പലുണ്ടാകാൻ കാരണം? ലോകം ഒന്നാകെ പ്രളയം, തൂഫാൻ എന്നാണ് ഖുർആൻ അതിനെ പറ്റി പറഞ്ഞത്. ആ തൂഫാൻ ആകുന്ന വെള്ളപ്പൊക്കം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവരൊഴിച്ച്. അപ്പൊ അന്ന് ആരാണോ നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവർ, അവർക്ക് മാത്രമാണ് രക്ഷ. ഇതേപോലെ ലോകം അനിസ്ലാമികതയിലേക്ക്, അധാർമികതയിലേക്ക്, അശ്ലീലത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക്, അനാചാരത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എക്കാലത്തും നിങ്ങൾക്ക് ഐഹികവും പാരത്രികവുമായ സമാധാനത്തിന്റെ, മോക്ഷത്തിന്റെ കപ്പൽ, അത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്റെ അഹ്ലു ബൈത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാനും സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാനും സാധിക്കും. അത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായി ഒപ്പിയെടുത്ത് ലോകത്ത് പ്രചരിപ്പിച്ച പ്രമുഖരിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ജാശർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അൽ അബാദറത്തുൽ അർബഅ, 4 അബ്ദുള്ളമാർ ചരിത്രത്തിൽ വളരെ പ്രധാനമാണ്. നബി ശിഷ്യന്മാർ 4 അബ്ദുള്ളമാർ. ആ 4 അബ്ദുള്ളമാർ റസൂലുള്ളാഹിയുടെ കൂടെ നടന്ന് ഇസ്ലാമിനെ ഒപ്പിയെടുത്ത് ലോകത്തിന് നൽകിയതാണ്. ആ 4 അബാദറത്തുൽ അർബഅ, 4 അബ്ദുള്ളമാരിലേക്ക് എത്തുന്നതാണ് 4 മദ്ഹബിന്റെ ഇമാമുകളുടെ അഭിപ്രായങ്ങൾ. അതിൽ ഏറ്റവും പ്രമുഖരായ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അഹ്ലു ബൈത്താകുന്ന കപ്പലിൽപ്പെട്ട ആളാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും ശാഫിഈ മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ. അവിടെ നാം പറയുമ്പോൾ
ഇസ്ലാമിക നിയമസംഹിതകൾ 4 ഇമാമുകളും 4 സ്വഹാബാക്കളുടെ പരമ്പരയിൽ പഠിപ്പിച്ചത് ഒറ്റ വഴിയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ 4 ഇമാമുകൾക്ക് 4 അഭിപ്രായമുണ്ടോ, അത് ആ വിഷയത്തിൽ റസൂലുള്ളാഹി 4 അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ്. അതിൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ അഹ്ലു ബൈത്താകുന്ന കപ്പല ആലിമും സയ്യിദും ആണ്. അവിടുത്തെ മദ്ഹബാണ് നാം എല്ലാം സ്വീകരിച്ചു വരുന്നത്. ആ പരമ്പര ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു കാലഘട്ടത്തിലെ എന്നല്ല എക്കാലത്തേക്കുമുള്ള ഒരു കപ്പല. ആ പരമ്പര നമുക്ക് അഹ്ലു ബൈത്തിൽ ഇങ്ങനെ പരിശോധിച്ചാൽ കാണും. അഹ്ലു ബൈത്തിന്റെ പരമ്പര നമ്മൾ നോക്കുമ്പോൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് അലിയുൻ കറമല്ലാഹു വജ്ഹ, അവർക്ക് ജനിക്കുന്ന സന്താനങ്ങൾ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. അഹ്ലു ബൈത്ത് 2 പരമ്പരയായിട്ടാണ് ലോകത്ത് പിരിയുന്നത്, ഹസനിയ്യ്, ഹുസൈനിയ്യ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വന്നതിനെ ഹസനിയ്യ് എന്ന് പറയും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വന്നതിന് ഹുസൈനിയ്യ് എന്ന് പറയും. ജ്യേഷ്ഠൻ എന്ന നിലക്ക് ചരിത്രങ്ങളിൽ പ്രാധാന്യത്തോടുകൂടെ ആദ്യം രേഖപ്പെടുത്തുക ഹസൻ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അതേസമയത്ത് ഷഹീദ് എന്ന അർത്ഥത്തിൽ പ്രാധാന്യത്തിൽ കൊടുക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ചരിത്രം നോക്കിയാൽ അൻതൽ ഹുസൈനിയ്യ വൽ ഹസനിയ്യ കുന്തമഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ എന്ന് കാണാം. മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഉമ്മ വഴിയിലും വാപ്പ വഴിയിലും റസൂലുള്ളാഹിയിലേക്ക് എത്തുമ്പോൾ ഒന്ന് ഹുസൈനിയും ഒന്ന് ഹസനിയുമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ, അവിടുത്തെ പരമ്പര നോക്കിയാൽ ഉമ്മ വഴിക്കും ഹുസൈനി തറവാടാണ്, വാപ്പ വഴിക്കും ഹുസൈനി തറവാടാണ്. ഹുസൈനി തറവാട് എന്ന് പറയുമ്പോൾ അതൊരു ത്യാഗത്തിന്റെ, വളരെ വലിയ ത്യാഗത്തിൻ്റെതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. പറയാൻ സമയം വിശാലമല്ല. താജുൽ ഉലമ തങ്ങൾ ഉമ്മ വഴിക്ക് നോക്കിയാലും ഹുസൈനി തറവാടാണ്, വാപ്പ വഴിക്ക് നോക്കിയാലും ഹുസൈനിയാണ്. ഈ 2 തറവാട്ടിലുമുള്ള 38ാമത്തെ പേരക്കുട്ടിയായി 38ാമത്തെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. താജുൽ ഉലമ തങ്ങൾ മുതൽ അങ്ങോട്ട് അവരുടെ വാപ്പ അവരുടെ വാപ്പ അവരുടെ വാപ്പ അങ്ങനെ പഠിക്കുമ്പോൾ എത്രാമത്തെ ഉപ്പാപ്പയായി? 38ാമത്തെ പിതാവ് മുഹമ്മദ് മുസ്തഫ. അത് ഏത് ആളുകളുടെ മുമ്പിലും തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട രേഖ വെച്ചുകൊണ്ട് തെളിയിക്കാൻ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സാധിക്കും. അപ്പൊ അഹ്ലു ബൈത്തി കസഫീനത്ത് നൂഹ് എന്ന് പറഞ്ഞ ആ കപ്പലുകൾ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളവറുകൾ, അവരുടെ ചരിത്രത്തെ ഞാനിങ്ങനെ വായിച്ചു പഠിച്ചപ്പോൾ, മഹാന്മാരിൽ നിന്ന് കേട്ട് പഠിച്ചപ്പോൾ, തങ്ങളുടെ കൂടെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും യാത്ര ചെയ്തും പല സമ്മേളനങ്ങളിലും സദസ്സുകളിലുമൊക്കെ കൂടിയും ഒക്കെ അവിടുത്തെ ജീവിതത്തെ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടുത്തെ ജീവിതം ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രത്തിലെ ഒരു മഹാനെ അവിടുത്തെ ഉപ്പാപ്പമാരിൽ നമുക്ക് കാണാം. അതാരാണ്? ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അഹ്ലു ബൈത്തിന്റെ പരമ്പര ഹസനിയും ഹുസൈനിയുമായത് പിന്നീട് വരുന്ന അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി, അതാണ് യഥാർത്ഥത്തിൽ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. സൈനുൽ ആബിദീൻ തങ്ങളുടെ ചരിത്രവുമായി ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ചരിത്രത്തെ ഒത്തുനോക്കിയാൽ നമുക്കത് ഏറെക്കുറെ പല കാര്യങ്ങളിലും ചരിത്രത്തിൽ യോജിച്ചു വരുന്നത് കാണാൻ സാധിക്കും. അവിടുത്തെ എല്ലാ മഹത്വം കൊണ്ട് നമുക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ പരമ്പരയിൽ താജുൽ ഉലമ തങ്ങൾ ഹിജ്റ 1341 റബീഉൽ അവ്വൽ 25 വെള്ളിയാഴ്ചയാണ് ബഹുമാനപ്പെട്ട
താജുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉള്ളാളത്തെ തങ്ങളുടെ ജനനം. അവിടുത്തെ പിതാവ് സയ്യിദ് അബൂബക്കർ എന്ന കുഞ്ഞിക്കോയ തങ്ങളവറുകളാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ മാതാവ് ഹലീമ എന്ന കുഞ്ഞി ബീവിയാണ്. അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഹലീമ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്ത ഉമ്മയാണ് ആര്? ഹലീമ ബീബി റളിയല്ലാഹു അൻഹ. ആ പേരാണ് താജുൽ ഉലമ തങ്ങളുടെ മാതാവിന്. ഹിൽമ് സമാധാനം, സഅദ് വിജയം, അത് രണ്ടും ചേർന്നതാണ് ഹലീമത്തു സഅദിയ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ ഉമ്മ. ആ പേരാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുടെ ഉമ്മക്ക്. ആ ഉമ്മ വളരെ അധികം ആലിമീങ്ങൾ, സയ്യിദന്മാർ, ഔലിയാക്കൾ, മഹാന്മാർ അവരോടൊക്കെ പറയും മക്കളുടെ സലാഹിയത്തിന് വേണ്ടി, മക്കളുടെ വിജയത്തിന് വേണ്ടി, മക്കൾക്ക് ഇൽമു കിട്ടുന്നതിന് വേണ്ടി, മക്കൾക്ക് പാരത്രികമായ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ അവിടുത്തെ അറിയപ്പെടുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, ഔലിയാക്കൾ ആര് വീട്ടിൽ വരുമ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുക എന്ന വളരെ മഹത്തായ പതിവ് ആ ഉമ്മാക്ക് ഉണ്ടായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പലപ്പോഴും പറയുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. മാതാവിന്റെ ഹൃദയം അറിഞ്ഞ പ്രാർത്ഥന, പിതാവിന്റെ ഹൃദയം അറിഞ്ഞ ആ തെർബിയത്ത്, അത് രണ്ടു കൂടി കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വളരെ കൊച്ചുനാളിൽ തന്നെ വീട്ടിന്റെ അകത്തളങ്ങളിൽ പരമപരിശുദ്ധമായ ദീനീ ചിട്ടയിലെ ജീവിതം കണ്ടു പഠിക്കുകയാണ്. ഒരു കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ കൊച്ചുനാളിൽ കിട്ടുന്ന ആ തെർബിയത്ത് അത് വളരെ വിലപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് വീട്ടിന്റെ അകത്തളങ്ങളിൽ അത് വളരെ പ്രാധാന്യത്തോടുകൂടെ ലഭിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കരുവന്തുരുത്തി, ചാലിയം, ആ പ്രദേശങ്ങളെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പാരമ്പര്യമുള്ള നാടുകളാണ്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ, നിരവധി സാദാത്യങ്ങളുടെ, ആലിമീങ്ങളുടെ, സയ്യിദന്മാരുടെ എല്ലാം ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണവിടെ. അവിടെ ജനിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ സ്വന്തം പിതാവിൽ നിന്ന്, സ്വന്തം മാതാവിൽ നിന്ന് വളരെ ചെറുപ്പത്തിൽ കിട്ടേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിവുകളുമൊക്കെ കിട്ടി കരുവന്തുരുത്തി പള്ളിയിൽ നടക്കുന്ന ദർസിൽ മുതഅല്ലിമായി ചേരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പലപ്പോഴും ഇപ്പോഴും വഅള് പറയുന്ന കൂട്ടത്തിൽ പ്രധാനമായും ചെറുപ്പത്തിൽ തനിക്ക് കിതാബുകൾ ഓതിക്കൊടുത്ത ഉസ്താദിനെ പറയാറുണ്ട്, പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു അടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് പലപ്പോഴും തങ്ങളവറുകൾ പറയുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. മുതഅല്ലിമീങ്ങൾ ഓർക്കണം, തങ്ങളവറുകൾ ദർസിൽ പഠിക്കുന്ന കാലത്ത് സുബ്ഹാന ജല്ല ജലാലു ഒരൊറ്റ ദിവസത്തെ ഹാജർ തങ്ങളവറുകൾക്ക് നഷ്ടപ്പെടാറില്ല. അൽഫിയ എന്ന ഇസ്ലാമിക ഭാഷയായ അറബി ഭാഷയുടെ ഗ്രാമർ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അൽഫിയ. ആ അൽഫിയ ഓതുന്ന കാലത്തെ പറ്റി പറഞ്ഞിട്ട് തങ്ങളവറുകൾ പറഞ്ഞു, ഒരു ദിവസം മാത്രമാണ് ഉസ്താദിന്റെ അടുക്കൽ നിന്ന് എനിക്ക് പാഠം നഷ്ടപ്പെട്ടത്. അസ്മാഉ സിത്ത, ആ വിഷയം പഠിക്കുമ്പോൾ അതിലെ 3 ബൈത്തുകൾ ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ ഉസ്താദിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. ഒരു ദിവസമാണെന്ത് ക്ലാസ്സിൽ ഹാജറില്ലാത്തത്. പുതിയ തലമുറയിലെ മുതഅല്ലിംകൾ അത് പ്രത്യേകിച്ച് ഓർക്കണം. മുതഅല്ലിമീങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട മാതൃക. എവിടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങൾ പഠിക്കാം, വീട്ടിൽ നിന്ന് തങ്ങൾ ദർസിലേക്ക് പോകുന്നു, ദർസിൽ ഓതിപ്പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ ജീവിതത്തിന്റെ മാതൃക? അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. മുതഅല്ലിമീങ്ങൾക്ക് അത് വളരെ വലിയ ഒരു മാതൃക. ഒറ്റ ദിവസം മാത്രമേ തങ്ങൾക്കൊരു സബുക്ക് അൽഫ ഓതുന്ന കാലത്ത്
നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അത് തങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അസ്മാഉ സിത്തയിലെ 3 ബൈത്തുകൾ മാത്രമാണ് എനിക്കന്ന് ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് അന്ന് ആ കിതാബിൽ കിട്ടാതെ പോയത്. മറ്റൊരു അത്ഭുതം, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് വളരെയധികം കരുവന്തിരുത്തിയിൽ പിന്നെ മുദരിസായി വന്ന അറിയപ്പെട്ട ഒരു ആലിമാണ് കൊന്നക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവരിൽ നിന്നാണ് തഫ്സീർ ഓതുന്നത്. തങ്ങളവറുകൾ ഖുർആൻ തഫ്സീർ ഓതുന്ന സമയത്ത് എന്താണ് പ്രത്യേകത? ഒരു സൂറത്ത് ഓതി പഠിക്കുമ്പോൾ ആ സൂറത്ത് മനഃപ്പാഠമാക്കുകയും ചെയ്യും. പുതിയ തലമുറയിലെ മുതഅല്ലിമീങ്ങൾ വളരെയധികം തങ്ങളുടെ ആ മാതൃകയെ പറ്റി ഓർക്കണം. ഒരു സൂറത്ത് അതിന് തഫ്സീർ പഠിച്ചു തീരുമ്പോഴേക്ക്, അതിന് സബക്ക് ഓതി തീരുമ്പോഴേക്ക് ആ സൂറത്ത് മനഃപ്പാഠമാക്കുകയും ചെയ്യും. തങ്ങൾ ഇപ്പോഴും ഓർത്തു പറയുന്നു, സൂറത്ത് മറിയം തഫ്സീർ ഓതുന്ന കാലത്ത് ചാലിയത്ത് വഴവുണ്ടായതുകൊണ്ട് ആ സൂറത്ത് അന്ന് എനിക്ക് മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞില്ല എന്ന് തങ്ങൾ പറയാറുണ്ട്. ഇന്ന് നമ്മുടെ ആലിമീങ്ങളിൽ പലർക്കും ഇല്ലാത്ത ഹിഫ്ളിന്റെ കുറവ്. ബഹുമാനപ്പെട്ട ഇമാം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഇൽമ് മുഴുവനും ഹിഫ്ളാണ്. ഇമാം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ് ലോകത്ത് പ്രചരിപ്പിച്ച മഹാന. എന്താ? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസ, മറവിയില്ലാത്ത അറിവ് നൽകി എന്നെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഞാനിങ്ങനെ അത് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ദുആ കേട്ടു. നബി തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. ബി ബറക്കത്തി ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസ, മറവിയില്ലാത്ത അറിവ് എനിക്ക് തരണേ എന്ന് ഞാൻ ദുആ ചെയ്യുമ്പോൾ എന്റെ ദുആക്ക് റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് കാന അബാ ഹുറൈറത അഹ്ഫളന്നാസി ഹദീസൻ മിൻ സ്വഹാബി റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ 1,40,000 വരുന്ന സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് മനഃപ്പാഠമുള്ളത് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനാണ്. ഹിഫ്ള് എന്നത് ഇൽമിന്റെ പാരമ്പര്യത്തിൽ ഒരു തൗഫീഖാണ്. ആ തൗഫീഖ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു. അല്ലാഹു ഹയാത്തുള്ള കാലത്തൊക്കെ അത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കൊച്ചുനാളിൽ തഫ്സീർ ഓതി പഠിക്കുമ്പോൾ ഒരു സൂറത്ത് ഉസ്താദിൽ നിന്ന് പഠിച്ച് തഫ്സീർ പഠിച്ചു കഴിയുമ്പോൾ ആ സൂറത്ത് മനഃപ്പാഠമാക്കിയിട്ടുമുണ്ടാകും. മറിയം സൂറത്ത് പഠിക്കാൻ അന്ന് മനഃപ്പാഠമാക്കാൻ കഴിയാതിരുന്നത് അന്ന് ചാലിയത്ത് വഴലും കൂടി ഉള്ളത് കൊണ്ടാണ്. പഴയ ആലിമീങ്ങൾ അവർ കാണിച്ചെന്ന മാതൃക കേരളത്തിൽ അറിയപ്പെട്ട വളരെ പ്രഗത്ഭരായ പാണ്ഡിത്യത്തിൽ പർവ്വത തുല്യരായ ആലിമീങ്ങളിൽ നിന്നെല്ലാം താജുൽ ഉലമ തങ്ങൾക്ക് ഇൽമ് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് തങ്ങളുടെ ചരിത്രത്തിൽ മറ്റു പലർക്കും ഇല്ലാത്ത ഒരു അപൂർവ നിധിയാണ്. കോടമ്പഴ ബാവ മുസ്ലിയാരുടെ പിതാവ് മുഹമ്മദ് മുസ്ലിയാർ, ഇന്നത്തെ കോടമ്പഴ ബാവ മുസ്ലിയാർ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കണം. നമ്മുടെ മദ്രസകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ നിരവധി വലുതും ചെറുതുമായ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് മുഹമ്മദ് മുസ്ലിയാർ തങ്ങളവറുകളുടെ ഗുരുവര്യന്മാരിൽ ഒരു പ്രധാനിയാണ്. സമസ്ത എന്ന പണ്ഡിത സഭയിലും സംഘടനാ രംഗത്തുമൊക്കെ നിറസാന്നിധ്യമായി നിന്നിരുന്ന വളരെ വലിയ അക്കാലത്തെ പണ്ഡിതനാണ് പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. തങ്ങളവറുകളുടെ ഗുരുവര്യരാണ്. അറിയപ്പെട്ട ഫഖീഹും കാസർഗോഡ് കാളിയുമായിരുന്ന ബഹുമാനപ്പെട്ട അവറാ മുസ്ലിയാർ ചരിത്രത്തിൽ വളരെയധികം വ്യക്തിത്വമുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവർ താജുൽ ഉലമ തങ്ങളുടെ ഗുരുവര്യരാണ്. സമസ്ത എന്ന പണ്ഡിത സഭയുടെ അനിഷേധ്യനായ അധ്യക്ഷനായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അവരുടെയൊക്കെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എപ്പോഴും പറയാറുള്ള ഗുരുവര്യരാണ്. തങ്ങൾ പറയുമ്പോൾ കണ്ണേ മൊയ്യാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാറുള്ളത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, സുബ്ഹാനല്ലാഹ്, എത്ര പരിശുദ്ധമായ വ്യക്തിജീവിതമാണ്, എത്ര സംശുദ്ധമായ ജീവിതമാണ്, എത്ര നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമയാണ്.
ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വളരെ പ്രധാനപ്പെട്ട ഗുരുവര്യരാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അബുൽ കലാം കാടേൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഗുരുവര്യരാണ്. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ശംസുൽ ഉലമയുടെ അടുക്കൽ ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ പഠിച്ച രംഗം പലപ്പോഴും തങ്ങളവറുകൾ പറയാറുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് തങ്ങളവറുകളുടെ ഉസ്താദുമാരുടെ പരമ്പര എടുത്തു നോക്കിയാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന പണ്ഡിത ശ്രേഷ്ഠർ, ഇൽമിൽ ഇവർ വളരെ പദവിയുള്ളവർ, തഖ്വയുള്ള ജീവിതത്തിൽ അവർ വളരെയധികം പദവിയുള്ളവർ, സംഘടനാ രംഗത്ത്, ദീനി ദഅ്വാ രംഗത്ത്, ദർസി രംഗത്ത് ഏറ്റവും ഉന്നതരായ മഹാന്മാരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് സാധിച്ചു. കുറഞ്ഞ കാലം കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അവരിൽ നിന്നെല്ലാം വളരെ പ്രധാനപ്പെട്ട കിതാബുകൾ ഓതിപ്പടിച്ചതിന്റെ പുറമെ മക്കത്തുൽ മുകറമയിലെ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിലെ മുദർരിസായി ലോകം അറിയപ്പെട്ട പണ്ഡിതനാണ് സയ്യിദ് അലവി മാലിക്കി. അവരുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. കുട്ടികൾക്ക്, പുതിയ തലമുറക്ക് ഓർമ്മയുള്ള മാലിക്കി ആരാണ്? നമ്മുടെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിന് വരികയും കേരളത്തിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തറവാടായ മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന്റെ ആദ്യത്തെ തറക്കല്ലിടുകയും ചെയ്ത സയ്യിദ് മാലിക്, മുഹമ്മദ് മാലിക്, അവരുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. മുഹമ്മദ് മാലിക്കയുടെയും അബ്ബാസ് മാലിക് തങ്ങളുടെയും ഒക്കെ പിതാവാണ് ആര്? സയ്യിദ് അലവി മാലിക്. മസ്ജിദുൽ ഹറാമിലെ മുദർരിസ. മസ്ജിദുൽ ഹറാമിൽ ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുന്ന അക്കാലത്ത് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങളവറുകൾ മസ്ജിദുൽ ഹറാമിൽ സയ്യിദ് അലവി മാലിക്കി തങ്ങളുടെ ദർസിൽ അവിടുത്തെ തിൽമീദാകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ്. ഉസ്താദുമാരുടെ പരമ്പര പരിശോധിക്കുമ്പോൾ നേരെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്ന് മുട്ടുന്ന പണ്ഡിതന്മാരുടെ പരമ്പരയിൽ റസൂലുള്ളാഹിയിലേക്ക് മുട്ടുന്ന പരമ്പര, അഹ്ലു ബൈത്തിന്റെ പരമ്പരയിൽ റസൂലുള്ളാഹിയിലേക്ക് മുട്ടുന്ന പരമ്പര. അതാണ് താജുൽ ഉലമയെ മറ്റു പലതിൽ നിന്നും വ്യത്യസ്തനാക്കി നിർത്തുന്നത്. മാത്രമല്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ കേരളം ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ ആദരിച്ചു വരുന്ന ഔലിയാക്കളിൽ മഹാനാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന മടവൂർ ഷേഖ്. അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആത്മീയമായ തർബിയത്ത് സിദ്ധിച്ചതിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എപ്പോഴും ഓർക്കാറും പറയാറുമുള്ള ആളാണ് ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുന. അതേപോലെ നിരവധി കറാമത്തുകളെ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങൾ. ഇവിടുത്തെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. വടകര മമ്മദാജി തങ്ങളുടെയും ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുനയുടെയും ആ ആത്മീയമായ തെർബിയത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എപ്പോഴും ഓർത്ത് പറയാറുണ്ട്. ആത്മീയ ഗുരുക്കളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കുറിച്ച് ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറയാറുണ്ട്, വലിയ അത്ഭുതമുള്ള ആളാണ് തങ്ങളവറുകൾ. ആത്മീയമായ തങ്ങളവറുകളുടെ ശിക്ഷണത്തെക്കുറിച്ചും ആത്മീയമായ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും പറയുമ്പോൾ ഒരിക്കൽ ഷേഖുന AP ഉസ്താദ് പറഞ്ഞു, ഒരു ആളെ കുറിച്ച് പഠിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരാളെ കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് റസൂൽ ചോദിച്ചു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറയാറുണ്ട്, ഞാൻ തങ്ങളുടെ കൂടെ പലപ്പോഴും ദീർഘയാത്ര ചെയ്തിട്ടുണ്ട്. ഈജിപ്തിൽ നടക്കുന്ന ഏറ്റവും വലിയ മീലാദെ ശരീഫ് സമ്മേളനം, ലോകത്ത് നടക്കുന്ന മീലാദ് സമ്മേളനങ്ങളിൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നബിദിന സമ്മേളനങ്ങളിൽ ഏറ്റവും വലുത് നടക്കുന്നതാണ് ഈജിപ്തിൽ. ഏകദേശം 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരും മന്ത്രിമാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വലിയ ആളുകളും സമ്മേളിക്കുന്ന മീലാദ് കോൺഫറൻസാണ്, മീലാദെ ഷരീഫ് സമ്മേളനമാണ് ഈജിപ്തിൽ. ഒരിക്കൽ ഈജിപ്തിന്റെ തലസ്ഥാനമായ ഖൈറോവിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് താജുൽ ഉലമ തങ്ങളും ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദും ക്ഷണിക്കപ്പെട്ടു. ആ യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട് AP ഉസ്താദ് പറഞ്ഞു, ഉള്ളാൾ തങ്ങൾ എല്ലാ യാത്രയിലും രോഗവും ക്ഷീണവും മറ്റൊന്നും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിത്യജീവിതത്തിൽ പതിവാക്കി പോരുന്ന തങ്ങളുടെ നിസ്കാരത്തിനോ തങ്ങളുടെ സുന്നത്ത് നിസ്കാരത്തിനോ തങ്ങൾ പതിവായി ഓതുന്ന ഖുർആൻ പാരായണത്തിനോ തങ്ങൾ പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾക്കോ എവിടെയും ഒരു മുടക്കവും സംഭവിക്കാറില്ല. കാരണം ഹബീബുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഖൈറുൽ അഅ്മാലി അദ്വമുഹാ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന അമലാണ്. പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ചിട്ട തെറ്റാതെ എണ്ണത്തിലും വണ്ണത്തിലും മാറ്റമില്ലാതെ കൃത്യമായി ചെയ്തു പോരുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അത് കൃത്യമായി ചെയ്യും. ഈജിപ്തിൽ പോയപ്പോൾ ശക്തിയായ തണുപ്പുള്ള കാലാവസ്ഥയിലും ദീർഘയാത്ര ചെയ്തിട്ടും തങ്ങളവറുടെ തഹജ്ജുദ് നിസ്കാരത്തിന് ഒരു ക്ഷീണവും സംഭവിക്കാറില്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറയാ, തങ്ങളുടെ കൂടെയുള്ള യാത്രയിൽ രാത്രി 3 മണിക്ക് വളരെ വൈകി യാത്ര ചെയ്ത് ക്ഷീണിതനായി വന്ന് തങ്ങൾ കിടന്നാൽ സുബഹിന്റെ 1 മണിക്കൂർ മുമ്പ് 4 മണിക്ക് തന്നെ തങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് എത്രയോ പ്രാവശ്യം എനിക്ക് കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ ഈജിപ്തിലെ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട മഹാന്മാരുടെ മക്ബറകളെല്ലാം സിയാറത്തുകൾ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങളുടെ മക്കാമിലേക്ക് സിയാറത്തിന് പോകാൻ പട്ടണത്തിൽ നിന്ന് കുറെ അകലെയാണ്. അവിടെ പോകാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് യാത്രയ്ക്ക് അനുവദിച്ചിരിക്കുന്ന റൂട്ടിലോ അനുവദിച്ച വണ്ടിയോ ഡ്രൈവറോ അവർക്കൊന്നും അതിന് അനുമതിയില്ല. എന്തു ചെയ്യും? ബഹുമാനപ്പെട്ട തങ്ങളവറുകളും ഞാനും സംസാരിച്ചപ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞു, നമുക്ക് അഹ്മദുൽ ബദവി തങ്ങളെ പേരിൽ യാസീൻ ഓതാം. തങ്ങൾ യാസീൻ ഓത്ത് തുടങ്ങി. തങ്ങളുടെ കൂടെ ചേർന്ന് ഞാനും യാസീൻ ഓതി. ഞങ്ങളുടെ യാസീൻ ഓത്ത് തീർന്നപ്പോൾ ആ ഡ്രൈവർ പറയുന്നു, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെങ്കിൽ അവിടെ പോകാം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി അതിഥികളായി ക്ഷണിക്കപ്പെട്ട ഭരണകൂടത്തിന്റെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നു, നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെയൊക്കെ പോകാം. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ അഹ്മദുൽ ബദവി തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ തിരുമുറ്റത്ത് എനിക്ക് എത്തണം, അവിടുത്തെ ആത്മാവിലേക്ക് ഒരു യാസീൻ അങ്ങ് സംഭാവന ചെയ്തപ്പോൾ ദീർഘമായ യാത്ര അഹ്മദുൽ ബദവി തങ്ങൾ അവിടെകളെ എത്തിച്ചേർന്നത് AP ഉസ്താദ് വളരെ അത്ഭുതത്തോടുകൂടെ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ, പ്രിയപ്പെട്ട മക്കളെ, ഈ തലമുറയിലെ പ്രിയപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കൂട്ടുകാരെ, നാം തങ്ങളെ അടുത്തറിയണം. സഫീനത്തി അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലു ബൈത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലാണ് എന്ന് ആ കപ്പൽ തങ്ങളെ ജീവിതത്തെ നമുക്ക് 100% പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവാം അമ്പിയാക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദീനീ കാര്യങ്ങൾ നിർവഹിക്കുന്ന 40 ആലിമീങ്ങളുടെ സഭയാണ് സമസ്ത എന്ന പണ്ഡിത സഭ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മൂസ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനമാണ് ആ പണ്ഡിത സഭക്ക് അവരുടെ തീരുമാനത്തിൽ. ഈസ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനമാണ് ആ പണ്ഡിത സഭക്ക്. സമസ്തയുടെ പണ്ഡിതന്മാർ അവർ കൂടിയിരുന്ന് ദീനിന്റെ ഒരു വിധി പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടി വിധി പറയുന്ന അമ്പിയാക്കളുടെ വാക്കിന് സ്ഥാനമാണ്. 40 ആലിമീങ്ങളുടെ ആ തീരുമാനം, ആലിമീങ്ങൾക്ക് മാത്രമാണ് ആ പണ്ഡിത സഭയിൽ അംഗത്വമുള്ളത്.
1956 സമസ്ത എന്ന പണ്ഡിത സഭയിലേക്ക് മുതഅല്ലിമായിരിക്കുമ്പോൾ മുശാവറയിൽ അംഗത്വം ലഭിച്ച ഏക വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉള്ളാളത്ത് തങ്ങൾ. 1956 വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള പണ്ഡിതന്മാർ, സദഖത്തുള്ള ഉസ്താദിനെ പോലുള്ള മഹാന്മാർ, അതുപോലെ തുടങ്ങിയിട്ട് വലിയ വലിയ മഹാന്മാർ, അവരെല്ലാവരും കൂടി മുഷാവറയിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ 56 തങ്ങൾ മുതഅല്ലിമായ കാലഘട്ടമാണ്. ആ കാലത്ത് ബഹുമാനപ്പെട്ടവർ മുഷാവറയിൽ വരണമെങ്കിൽ അവിടുത്തെ പാണ്ഡിത്യം, അവിടുത്തെ ജീവിത വിശുദ്ധി എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. 56 മുതഅല്ലിമായി സമസ്തയിൽ വന്ന ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ 1964 കേരളത്തിൽ തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനം അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ച് രംഗത്ത് വന്നു.